ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഒരു 7 ദിവസത്തെ ഒരു നല്ല റാലിക്ക് ശേഷം നിഫ്റ്റിയിൽ വീണ്ടും ഒരു ചെറിയൊരു പോസ് എടുത്തിരിക്കുകയാണ്. ഇന്നൊരു സൈഡ് വേ സെഷൻ ആയിരുന്നു നിഫ്റ്റിയിലുണ്ടായിരുന്നത്. ഏകദേശം 58 പോയിൻറ്റ്സിൻ്റെ ഒരു ഡിക്ലൈൻ ആയിരുന്നു ഇന്ന് നിഫ്റ്റിയിൽ റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ സെൻസെക്സിലേക്ക് വരുമ്പോൾ 236 പോയിൻറ്റ്സിൻ്റെ ഒരു ഡിക്ലൈനും ബാങ്ക് നിഫ്റ്റിയിൽ 566 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനുമായിരുന്നു ഉണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഗ്രാസിം, ശ്രീ സിമെൻറ്റ്സ്, ഹിൻഡാൽകോ, ITC ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെക്ടറൽ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ FMCGയും മീഡിയയും ആയിരുന്നു ഇന്ന് ടോപ്പ് പെർഫോമിംഗ് സെക്ടറായിട്ട് നിന്നത്. അതുപോലെ തന്നെ ബാങ്കിങ്ങും അതുപോലെ തന്നെ മെറ്റൽ ഇവരായിരുന്നു ഇന്ന് ടോപ്പ് ലോസേഴ്സായിട്ടും നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്നൊരു ഇൻഡെസിസീവ് ആയിട്ടൊരു ഡോജി പാറ്റേൺ ഫോർമേഷനാണ് നിഫ്റ്റിയിൽ കാണാനുള്ളത്. അതുപോലെ തന്നെ ഒരു സൈഡ് വേ സെഷനായിരുന്നു മൊത്തത്തിൽ ഇന്ന് നിഫ്റ്റിയിൽ നിലനിന്നത്. RSI ഇൻഡിക്കേറ്റർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കൂൾ ഓഫ് വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഈ ഒരു സമയത്ത് പറയാനായിട്ടില്ല, ഒരു റിവേഴ്സലൊന്നും പറയാനായിട്ടില്ല, ഒരു ഇൻഡിസിസീവായിട്ട് നിൽക്കുകയാണ് മാർക്കറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു 11,800 എന്നുള്ള ഒരു ലെവലിനെ മാർക്കറ്റിനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യതകളുണ്ട്. അതല്ല ഈ റേഞ്ചിലൊരു കൺസോളിഡേഷൻ ആണ് ഇനി വരുന്നതെങ്കിൽ, ഒരു സൈഡ് വേ സെഷൻസ് ആണ് കുറച്ച് ദിവസത്തേക്ക് വരുന്നതെങ്കിൽ, നമുക്ക് അതിനുശേഷം മാർക്കറ്റ് ഒരു ഡയറക്ഷൻ എങ്ങോട്ടേക്ക് ബ്രേക്കൗട്ടുകൾ നടക്കുമെന്ന് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഏകദേശം 12,600 ഈ ഒരു ക്യാൻഡലിൻ്റെ ലോവിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ളൊരു സാധ്യതകൾ നമുക്ക് മാർക്കറ്റിൽ തെളിഞ്ഞു വരും. അതല്ല ഈ ഒരു റേഞ്ചിനെ ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ RSI ഇൻഡിക്കേറ്ററിൽ ഒരു കൂൾ ഓഫ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ അടുത്തൊരു റാലിക്കുള്ള പ്രതീക്ഷകളും നിഫ്റ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലും ഇന്നൊരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ആയിട്ടുള്ളത്. എന്നിരുന്നാലും പ്രീവിയസ് ക്യാൻഡിലിനെ ഇന്ന് ബാങ്ക് നിഫ്റ്റിക്കും ബ്രേക്ക് ചെയ്ത് എൻഡായിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു റിവേഴ്സലിൻ്റെ ഒരു വാർണിംഗ് മാത്രമായിട്ട് എടുത്താൽ മതി. നമുക്ക് ഒരു പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഒരു ലോയിൽ നിന്ന് ഏകദേശം 28,770 നിന്നൊക്കെ ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ഒരു ഡൗൺ ട്രെൻഡിനുള്ളൊരു സാധ്യതകൾ അല്ലെങ്കിൽ അതിനുള്ളൊരു കൺഫർമേഷൻ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും നിലനിൽക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നാസ്ഡാക്കിൽ ഇന്നലെ ഒരു പോസിറ്റീവ് എൻഡിങ് ആയിരുന്നു 230 പോയിൻറ്റ്സിൻ്റെ മുകളിലുള്ളത്. പക്ഷേ ഇന്നത്തെ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് US ഫീച്ചേഴ്സ് എല്ലാം ഒരു മിക്സഡ് ട്രെൻഡിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റും ഒരു ഡിക്ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റും ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലാണ് നിലനിൽക്കുന്നത്. SGX Nifty 78 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ഇന്നത്തെ ഇനിയും അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡാറ്റ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടിസിപ്പേഷന് നമുക്ക് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മാർക്കറ്റിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് വരും ദിവസങ്ങളിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം ഒരു സപ്പോർട്ടീവായിട്ടല്ല കാണുന്നത്. ഈ ഒരു സമയത്ത് ഒരു ഡിക്ലൈൻ, നാളെയും ഒരു കറക്ഷൻ വരാനുള്ളൊരു സാധ്യതകളാണ് ഈ ഒരു സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിനെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രൂപയുടെ മൂല്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതും ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു വീക്ക്നെസ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. 27 പൈസ ഇടിഞ്ഞ് 74.65 ഇന്ന് ട്രേഡ് എൻഡ് ആയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നാളത്തേക്ക് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ എവരിഡേ ഇൻഡസ്ട്രീസ്, ONGC, ഇക്വിറ്റാസ് ഹോൾഡിംഗ് ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ ഏണിങ്സും നാളെ വരാൻ പോകുന്നുണ്ട്, Q2 ഏണിങ്സ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡാറ്റയും ഒന്ന് വാച്ച് ചെയ്യുക. ഇനി അടുത്തായിട്ട് നമ്മൾ ഇൻട്രാഡേക്കുള്ള സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈ വോളിയത്തിലുള്ള അതുപോലെ തന്നെ ബുള്ളി സിഗ്നലൊക്കെ കാണിക്കുന്ന കുറച്ച് സ്റ്റോക്കുകൾ ശ്രദ്ധിച്ചാൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഹിൻഡാൽകോ, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ദീപക് നൈട്രേറ്റ്, ദീപക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെട്രോകെമിക്കൽസ്, ഇന്ത്യാബുൾസ് ഹൗസിംഗ് ഫിനാൻസ് ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നാളെയും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബുള്ളിഷ് മൊമെൻറ്റോ അതേപോലെ തന്നെ നല്ല വോളിയത്തിലും ഈ ഒരു സ്റ്റോക്കുകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫെർട്ടിലൈസർ സ്റ്റോക്കുകൾ, ദീപക് നൈട്രേറ്റ്, ദീപക് ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ തന്നെ ഇന്ത്യാബുൾസ് ഹൗസിംഗ് ഫിനാൻസ് ഈ ഒരു സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ അനൗൺസ്മെൻറ്റുകളിൽ നിന്ന് ഇപ്പോൾ പ്രധാനമായിട്ടും അഗ്രി സെക്ടറിനും അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിനും ഒരു പോസിറ്റീവായിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഈ ഒരു കമ്പനികൾക്കൊക്കെ ഒരു പോസിറ്റീവായിട്ട് നിന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഈ ഒരു സ്റ്റോക്കുകൾ ഒന്ന് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരുപക്ഷെ നമ്മൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്റ്റോക്കുകളിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ പറഞ്ഞ കുറച്ച് സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ അമരരാജ ബാറ്ററീസിൽ നമ്മളിന്നൊരു ബിയറിഷ് ക്യാൻഡിൽ പറഞ്ഞായിരുന്ന ഒരു ക്യാൻഡിൽ ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു സിമ്പിൾ. എന്നിരുന്നാലും ഇന്നത്തെ ഒരു ക്യാൻഡിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ വീണ്ടും ഒരു ബുള്ളിഷ് സിഗ്നലാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ആ ഒരു ബിയറിഷ് റിവേഴ്സലിനുള്ള ഒരു സാധ്യതകളെ നെഗേറ്റ് ചെയ്യുകയാണുള്ളത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു അപ് ട്രെൻഡ് തുടരാനുള്ള സാധ്യതകൾ അമരരാജ ബാറ്ററീസിൽ നിലനിൽക്കുന്നുണ്ട്. അതല്ല ഈ ഒരു റേഞ്ചിലാണെങ്കിൽ ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ മോഡിലാണ് വരുന്നതെങ്കിൽ നമുക്ക് RSI ഇൻഡിക്കേറ്റർ ഒരു കൂൾ ഓഫ് ഒക്കെ വന്നതിന് ശേഷം ബ്രേക്കൗട്ടുകൾ എങ്ങോട്ടേക്ക് നടക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് ട്രാക്ക് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഐഷർ മോട്ടോഴ്സിൻ്റെ ചാർട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്നും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽസ് ആണ് കാണാനുള്ളത്.
എന്നിരുന്നാലും ആ ഒരു റാലി കുറച്ചൊന്ന് വേഗം കുറയുന്നതായിട്ട് കാണുന്നു. RSI ഇൻഡിക്കേറ്റർ ഓവർബോട്ട് റീജിയനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഹോൾഡിങ്ങിലാണെങ്കിൽ തീർച്ചയായിട്ടും തുടരുക. ഫ്രഷ് എൻട്രികൾ നമുക്ക് ഒരു ഷോർട്ട് ടൈമിലേക്കുള്ള ഒരു ഫ്രഷ് എൻട്രികൾ നമ്മൾക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്നിരുന്നാലും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഇനി ഹിന്ദുസ്ഥാൻ യൂണിലിവർ നമ്മൾ പറഞ്ഞു ഇന്ന് നല്ലൊരു ബുള്ളിഷ് സിഗ്നലായിരുന്നു ഈ ഒരു ക്യാൻഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി ഒരു ഫ്രഷ് എൻട്രിക്ക് ഈ ഒരു ഹൈയിൽ നിന്ന് പ്രീവിയസ് ഹൈയിൽ നിന്ന് ഏകദേശം 2205 മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു എൻട്രിക്കുള്ളൊരു പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഇന്നൊരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് വേണമെങ്കിലും പറയാം, അങ്ങനത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ് എൻട്രിക്കുള്ള ഒരു പോസിബിലിറ്റി നമ്മൾക്ക് അടുത്തൊരു കൺഫർമേഷൻ അപ്റ്ററിൻ്റെ കൺഫർമേഷൻ ആയതിനു ശേഷം മതി. ഇതൊരു റിവേഴ്സലിനുള്ള ഒരു വാർണിംഗ് പോലെയാണ് ഈ ഒരു സമയത്ത് കാണാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ LIC ഹൗസിംഗ് ഫിനാൻസിനെ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഹൈയിൽ നിന്നൊരു ബ്രേക്കൗട്ടുകൾ ഇന്നും ഈ ഒരു സ്റ്റോക്കിൽ നടത്താൻ സാധിച്ചിട്ടില്ല. ഒരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 315 താഴേക്ക് ഒരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യതകൾ ഈ ഒരു സ്റ്റോക്കിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് പവർ ഗ്രിഡിനെ നോക്കിക്കഴിഞ്ഞാലും പ്രീവിയസ് ഹൈനെ തൊട്ടതിന് ശേഷം ഇന്നൊരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ കാണുന്നുണ്ട്. റിവേഴ്സലിനുള്ള സാധ്യതകൾ ഈ ഒരു സ്റ്റോക്കും സൂചിപ്പിക്കുന്നു. 187.5 താഴേക്ക് പോയി കഴിഞ്ഞാൽ 187 താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള അല്ലെങ്കിൽ റിവേഴ്സലിനുള്ള കൺഫർമേഷൻ ഈ ഒരു സ്റ്റോക്കിൽ വരുന്നതാണ്. ഇനി അടുത്തായിട്ട് ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലും ഇന്നൊരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു അടുത്തൊരു കൺഫർമേഷൻ ഒരു റിവേഴ്സൽ കൺഫർമേഷൻ ആയാൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആലോചിക്കാം. അതല്ല നമ്മൾക്ക് വരുന്ന ദിവസങ്ങളിൽ നെഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾഡിംഗ് തുടരാവുന്നതാണ് ഈ ഒരു സ്റ്റോക്കിലും. ഇനി അതുപോലെ തന്നെ ടൈറ്റാനിനെ സംബന്ധിച്ചിടത്തോളം ടൈറ്റാൻ്റെ സ്റ്റോക്കിലും വീണ്ടും ഒരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ടായിരിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് പ്രീവിയസ് ക്യാൻഡിൽ നിന്നൊരു ബ്രേക്കൗട്ടുകൾ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഒരു റേഞ്ചുകളെ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നൊരു നമുക്കൊരു റിവേഴ്സലിനൊരു കൺഫർമേഷൻ ആയാൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കുകളുടെ കുറിച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം നിങ്ങളുടെ ഡിസിഷൻസിലേക്ക് പോകുന്നതായിരിക്കും സേഫ് ആയിട്ടുണ്ടാവുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ മൂഡീസ് വീണ്ടും ഇന്ത്യയുടെ GDPനെ വീണ്ടും റീഎസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് അവർ -9.6% ഇന്ത്യയുടെ GDP ആയിട്ട് പറഞ്ഞിരുന്നതെങ്കിൽ അത് വീണ്ടും റിവൈസ് ചെയ്ത് -8.9 ആയിട്ട് കുറച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ഒരു കൊറോണയുടെ ഒരു എക്കോണമിയുടെ ഒരു റിക്കവറി വരുന്നതും അങ്ങനെ കൊറോണയുടെ കുറിച്ച് വാക്സിനൊക്കെ വരുന്നതൊക്കെയാണ് പ്രധാന കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ആത്മനിർഭർ ഭാരത് 3.0 എന്നുള്ള പേരിൽ. അപ്പോൾ അതിലും ഫിനാൻസ് മിനിസ്റ്റർ പ്രധാനമായിട്ടും എടുത്തു കാണിച്ചത് ഈ ഒരു GDPനെ റിവൈസ് ചെയ്ത ഡാറ്റയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ അപ്ഡേറ്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഇതുവരെ കൊടുത്തിരിക്കുന്ന സ്റ്റിമുലസ് പാക്കേജുകളെല്ലാം തന്നെ കൂട്ടിച്ചേർത്താൽ ഇന്ത്യയുടെ GDPയുടെ 15%, ടോട്ടൽ GDPയുടെ 15% ഇതുവരെയുള്ള സ്റ്റിമുലസ് പാക്കേജായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഏകദേശം 9% GDPയുടെ സ്റ്റിമുലസ് പാക്കേജ് ഇതുവരെ ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇന്ന് പ്രധാനമായിട്ടും അവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് റിയൽ എസ്റ്റേറ്റ് സെക്ടറിനെയും അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടറിനെയും ആയിരുന്നു. അപ്പോൾ അതിൽ തന്നെ അഗ്രികൾച്ചർ സെക്ടർ നോക്കുകയാണെങ്കിൽ 65,000 കോടിയുടെ ഒരു സബ്സിഡി, ഫെർട്ടിലൈസർ സബ്സിഡി ഫാർമേഴ്സിന് കൊടുക്കുന്ന രീതിയിൽ ഒരു അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇനി അടുത്ത ഒരു അപ്കമിങ് വിളവെടുപ്പ് സീസണൊക്കെ വരുന്നത് പ്രമാണിച്ച് ഫെർട്ടിലൈസേഴ്സൊക്കെ ഉറപ്പാക്കുന്നതിനായിട്ട് ആണ് ഈ ഒരു പാക്കേജ് എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അതേ തുടർന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഫെർട്ടിലൈസർ സ്റ്റോക്കുകളൊക്കെ നല്ലൊരു അപ് ട്രെൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ദീപക് നൈട്രേറ്റ്, അതുപോലെ തന്നെ ദീപക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെട്രോ കെമിക്കൽസ് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ നല്ലൊരു അപ് ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കുകൾ നിങ്ങൾ വരും ദിവസങ്ങളിലും ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിനും അതുപോലെ തന്നെ ഹോം ബയേഴ്സിനും ഒക്കെ ആയിട്ട് ഒരു ടാക്സ് റിലീഫ് പാക്കേജും അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് 2 കോടി വരെയുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ സെയിലിന് അത് വാങ്ങുന്നതിലാണ് ഈ ഒരു ടാക്സ് റിലീഫ് ഉണ്ടാവുക. അതും 2021 ജൂൺ വരെ ആയിരിക്കും ഈ ഒരു ടാക്സ് റിലീഫ് ഉണ്ടാവുക എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റും അത് മാത്രമല്ല റിയാലിറ്റി സെക്ടർ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു അപ് ട്രെൻഡ് ഈ ഒരു സെക്ടറും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് കൊറോണയുടെ വാക്സിൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ട് ഏകദേശം 900 കോടി നീക്കി വെച്ചിരിക്കുന്നു എന്ന രീതിയിലും ഒരു അനൗൺസ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ ഒരു മൊത്തത്തിലുള്ള ഇവരുടെ ഒരു അനൗൺസ്മെൻറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അനലിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു കമൻറ്ററി നോക്കിയാൽ
ഇനിയും ബെറ്റർ ആയിട്ടുള്ള ഒരു പാക്കേജുകൾ അനൗൺസ് ചെയ്യാമായിരുന്നു എന്ന രീതിയിലാണ് മിക്ക അനലിസ്റ്റുകളും ഈ ഒരു പാക്കേജിനെ കുറിച്ച് ആത്മനിർഭർ ഭാരത് 3.0 കുറിച്ച് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഇന്നത്തെ ഒരു മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് അത്ര മാർക്കറ്റിനെ എക്സൈറ്റ് ചെയ്തിട്ടില്ല എന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ലോങ് ടേമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ ഇത് എക്കോണമീനെ റിവൈവ് ചെയ്യാനായിട്ട് ഈ ഒരു പാക്കേജിന് സാധിക്കും എന്ന രീതിയിലാണ് കമൻറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളുടെ കപ്പാസിറ്റി ഫ്ലൈറ്റിൻ്റെ പാസഞ്ചർ കപ്പാസിറ്റിയൊക്കെ 70% ആയിട്ട് കൊറോണയ്ക്ക് മുമ്പുള്ള കാലത്തിൻ്റെ 70% ഉയർത്തുന്നു. അതിനുള്ളൊരു അപ്രൂവൽ ഏവിയേഷൻ മിനിസ്ട്രീൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഈ ഒരു ഫെസ്റ്റിവൽ സീസണൊക്കെ വരുന്നതനുസരിച്ച് എയർ ട്രാവലൊക്കെ വർദ്ധിച്ചു വരുന്നു എന്ന രീതിയിലൊരു കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഫ്ലൈറ്റ് കപ്പാസിറ്റി 70% ഉയർത്തുന്നു എന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് Q2 റിസൾട്ട്സ് വന്ന കമ്പനികളിലേക്ക് വരികയാണെങ്കിൽ ഏഷ്യർ മോട്ടോഴ്സിൻ്റെ റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ 40% ഡിക്ലൈനാണ് നെറ്റ് പ്രോഫിറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിലും 2.5% മുകളിലുള്ള ഒരു ഡിക്ലൈൻ ഉണ്ടായി എന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നു. എന്നിരുന്നാലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കമൻട്രികൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ബുക്കിങ്ങിലും അതുപോലെ തന്നെ സെയിൽസിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു റോബസ്റ്റ് ആയിട്ടുള്ള സെയിൽസ് അതുപോലെ തന്നെ ബുക്കിംഗ് ഒക്കെ വരുന്നു. അതുപോലെ തന്നെ ബുക്കിങ്ങിൻ്റെ ഒരു ക്വാണ്ടിറ്റി നോക്കിക്കഴിഞ്ഞാൽ അത് കൊറോണയ്ക്ക് മുമ്പുള്ള കാലഘട്ടത്തെക്കാട്ടിലും കൂടുതൽ ബുക്കിംഗ് ഇപ്പോൾ വരുന്നു എന്ന രീതിയിലാണ് മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബിസിനസ് ആക്ടിവിറ്റിയിലും ഒരു പിക്കപ്പുകൾ വരുന്നു എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം റോയൽ എൻഫീൽഡിൻ്റെ പുതിയൊരു വെഹിക്കിൾ അത് മാർക്കറ്റിൽ ഇപ്പം റിലീസായിട്ടുണ്ട്. അപ്പോൾ അതും മാർക്കറ്റിനെ എങ്ങനെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എങ്ങനെ സ്വീകരിക്കുന്നു എന്നതൊന്ന് ട്രാക്ക് ചെയ്യാൻ നല്ലതായിരിക്കും. അതിൻ്റെ സെയിൽസൊക്കെ നമ്മളൊന്ന് വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ജൂബിലൻറ്റ് ഫുഡ് വർക്ക്സിൻ്റെ Q2 റിസൾട്ട്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ 1% മുകളിലുള്ള ഒരു വർധനവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് റവന്യൂവിൽ 18% ഒരു ഡിക്ലൈനും ഉണ്ടായതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നാറ്റ്കോ ഫാർമയുടെ Q2 റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ 73% ഒരു വർധനവാണ് നെറ്റ് പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അതിലും ഒരു വർധനവ് ഉണ്ടായതായിട്ടാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെ Q2 റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അതിലും 72% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് അശോക ബിൽക്കോണിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും നല്ലൊരു റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ 6 മടങ്ങിലധികം വർധനവുണ്ടായി എന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നു. 70.42 കോടിയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അതിലും അവർക്കൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട് ഇയർ ഓൺ ഇയർ ഗ്രോത്തിൽ. ഇനി അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് പ്രോഫിറ്റിൽ 48% ഉള്ളൊരു ഡിക്ലൈൻ ഉണ്ടായിരിക്കുന്നു. റവന്യൂവിലും 32% മുകളിലൊരു ഡിക്ലൈൻ വന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അരവിന്ദ് ഫാഷൻസിനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കും നെറ്റ് ലോസിൽ നല്ലൊരു വർധനവ് വന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. 217 കോടിയുടെ ഒരു നെറ്റ് ലോസ് ആണ് ഈ ഒരു ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ടും കൊറോണയുടെ ഇമ്പാക്റ്റുകളാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലൊക്കെ ഒരു റിക്കവറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സ്റ്റോറിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ നമ്പേഴ്സ് നോക്കിയാലും അതുപോലെ തന്നെ ഓൺലൈൻ ഈ പ്ലാറ്റ്ഫോമൊക്കെ നോക്കിക്കഴിഞ്ഞാലും അവിടെ എല്ലാം തന്നെ ഒരു ബിസിനസ്സിൻ്റെ ഒരു റിക്കവറി വരുന്നു എന്ന രീതിയിലാണ് ഇവരുടെ മാനേജ്മെൻറ്റ് കമൻട്രികളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഗ്രാസിം ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു ഫെർട്ടിലൈസർ ബിസിനസ്സിനെ വിൽക്കാൻ പോകുന്നു. ഏകദേശം 2649 കോടിയുടെ ഒരു ഡീലുമായിട്ട് ഇൻഡോരാമ ഇന്ത്യ പ്രൈവറ്റ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഇവരുടെ ഇൻഡോ ഗൾഫ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞ ഫെർട്ടിലൈസർ ബിസിനസ്സിനെ വിൽക്കാൻ പോകുന്നു എന്നൊരു അനൗൺസ്മെൻറ്റ് അപ്ഡേറ്റുകൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് ഇൻഡിഗോ പെയിൻറ്റ്സ് ഇവർ IPO ആയിട്ട് മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. ഏകദേശം 1000 കോടിയുടെ IPO ആയിട്ട്. അപ്പോൾ അതിനുള്ള DRHP ഫയലൊക്കെ ഇപ്പോൾ സെബിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു IPO നോക്കിക്കഴിഞ്ഞാൽ 300 കോടി വർത്ത് ചെയ്യുന്ന ഫ്രഷ് ഇഷ്യൂവും അതുപോലെ തന്നെ 58,40,000 ഇക്വിറ്റി ഷെയർസിൻ്റെ ഒരു ഓഫർ ഫോർ സെയിലും ഇവരുടെ പ്രൊമോട്ടറിൻ്റെ ഭാഗത്തു നിന്ന് വെക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു DRHP ഫയൽ നിങ്ങൾ സെബിയുടെ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ ഫിനാൻഷ്യൽസൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ഇവരുടെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട് ഫയൽസ് വരുന്നതോടുകൂടി നമ്മൾക്കൊരു പക്ഷേ ഇവരുടെ ലോട്ട് സൈസും അതുപോലെ തന്നെ ഒരു ഷെയർ പ്രൈസും അതുപോലെ തന്നെ എല്ലാം നമുക്ക് അതുപോലെ തന്നെ ഇവരുടെ IPO ഓപ്പൺ ആവുന്ന ഡേറ്റുകളെല്ലാം അറിയാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട്
മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സബ്സിഡറി യു കെയിലുള്ള 3 കമ്പനികളെ അക്വയർ ചെയ്തിരിക്കുന്നു എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ബർമിംഗ്ഹാം സ്മോൾ ആംസ് കമ്പനി ലിമിറ്റഡ്, BSA കോർപ്പറേഷൻ ലിമിറ്റഡ്, BSA മോട്ടോർ സൈക്കിൾ ലിമിറ്റഡ്. അപ്പോൾ ഇങ്ങനെയുള്ള 3 കമ്പനികളെയാണ് ഇവരുടെ UK സബ്സിഡറി അക്വയർ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി എഞ്ചിനീയേഴ്സിൻ്റെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം 6 കോടിയിലധികം ഷെയർസിൻ്റെ ഒരു ബൈബാക്ക് അപ്രൂവ് ചെയ്തിട്ടുണ്ട് ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന്. 84 രൂപ പെർ ഷെയറിലാണ് ബൈബാക്ക് പ്രൈസായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നാളെ നിന്ന് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരുപക്ഷേ ഈ ഒരു ന്യൂസിനെ തുടർന്ന് അപ്പിലേക്ക് പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് പറഞ്ഞ ന്യൂസുകളും സ്റ്റോക്കുകളും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒന്ന് അനാലിസിസ് നടത്തുക. അപ്പോൾ നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും അറിയിക്കുക. അതുപോലെ നിങ്ങൾക്കുള്ള ഫീഡ്ബാക്കുകളും തീർച്ചയായിട്ടും അറിയിക്കുക. പുതിയ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. അതൊരു ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.